സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലേർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. നാളെ മുതൽ മഴയുടെ തീവ്രത കൂടിയേക്കും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി ജിബിൻ JP ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ജിബിൻ, കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ഉണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്, കനത്ത മഴയാണ് പല സ്ഥലങ്ങളിലും. എവിടെയൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്? എന്തൊക്കെയാണ് കാലാവസ്ഥയുടെ ഒരു മാറ്റം ഇപ്പോൾ ഉള്ളത്? മൂത്തി, നമ്മുടെ സംസ്ഥാനത്ത് ഇന്നും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ പാലക്കാടും മലപ്പുറത്തും മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. പക്ഷേ സമീപത്തുള്ള 7 ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിലായിരിക്കും ഈ ഒരു മഴ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖലകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, വലിയ തിരമാലകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലും ജാഗ്രത പുലർത്തണം. തമിഴ്നാടിനും ലക്ഷദ്വീപ് തമിഴ്നാട് തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുന്നവർ അടുത്ത ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും തമിഴ്നാട്ടിൽ അതിശക്തമായ മഴവെള്ളപ്പാച്ചിലുണ്ടായി. ഒരു 16 വയസ്സുകാരൻ ഉൾപ്പെടെ കാണാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള ഊട്ടി പോലുള്ള നീൽഗിരീസിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് പോകുന്നവരൊക്കെ തന്നെ ആ ഒരു യാത്രകൾ മാറ്റിവെക്കണമെന്നും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് കേരളത്തിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ തന്നെ അതിശക്തമായ മഴയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കൻ മേഖലകൾ, മലയോര ഗ്രാമങ്ങൾ, തീരപ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ നാടൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മലയോര മേഖലയോ അങ്ങനെ ഒരു പ്രദേശമൊക്കെയാണ്. അവിടെ മഴ എങ്ങനെയുണ്ട്? ശക്തമാണോ? നാടെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ തന്നെ മലയോര മേഖലയായിട്ടുള്ള പാലോടിന് സമീപമാണ് എൻ്റെ നാടെന്ന് പറയുന്നത്. അവിടെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായ മഴയാണ്. പക്ഷേ എന്നാലും ഇടതോർന്നുള്ള മഴയായതുകൊണ്ട് തന്നെ അവിടെ മുൻപ് ഉള്ള പോലത്തെ വെള്ളപ്പൊക്കങ്ങളൊന്നും തന്നെ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം വരുന്ന ദിവസം, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെ ഈ മലയോര മേഖലകളിൽ ഉൾപ്പെടെ പെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയോര മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത പുലർത്തേണ്ടി വരും. കാര്യം കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള മഴകൾ വനമേഖലകളിൽ പെയ്തിറങ്ങിയും ഈ വെള്ളമൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങി റോഡുകൾ ഉൾപ്പെടെ ബ്ലോക്കാവുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു മഴയത്ത് പോലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ആമയിഴഞ്ചാൻ തോട്ടിലും ഉള്ളൂർ മേഖലയിലൊക്കെ തന്നെ ചെറിയ മഴയിൽ പോലും വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. കഴിഞ്ഞ നവംബറിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ വീടുകളിലൊക്കെ തന്നെ ഏകദേശം 2 നിലയുള്ള വീടുകളിലൊക്കെ തന്നെ ഒരു നിലയ്ക്കും മുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വലിയ ജാഗ്രതയൊന്നും തന്നെ ഇതുവരെയും പുലർത്തിയിട്ടില്ല. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. മണലുകൾ, ചെളികളൊക്കെ തന്നെ ഈ തോട്ടിൽ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മഴ, അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പോലെ തന്നെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പെട്ടെന്നൊരു വലിയ രീതിയിലുള്ള മഴ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേനേക്കാളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ആളുകളൊക്കെ തന്നെ ഏതായാലും അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ, സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ മഴക്കാലമൊക്കെ ഒന്ന് കടന്നു പോയെങ്കിൽ മതിയായിരുന്നു.